ഇതൊക്കെ നമ്മൾ കയറി വന്ന ഭാഗാട്ടോ ഫുള്ള്. വലി കുക്കുല കാട്ടിലെ കോഴി നമ്മളെ കണ്ടിട്ട് പേടിയൊന്നുമില്ല. എന്താ ഭംഗി. നമ്മൾ കയറി ഇറങ്ങിയ മല ഇതാണ്. രാവിലെ തന്നെ കയറി India, come on. Brother, how are you? I'm good. Okay, what's your name? My name is Diki. Diki. Yeah. ഫസ്റ്റ് സെക്ഷൻ ഇവിടെ ആൾക്കാരെന്തോ കയറി ഉള്ളിൽ പോകുന്നുണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറി അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഭൂപതി അവിടെ നിന്ന് താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഇപ്പം കുരുവിത്തയിലേക്ക് പോവുകയാണ്. ആദം സ്പീക്കിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. ട്രൈ ചെയ്യുകയാണെങ്കിൽ ആദം സ്പീക്കിലേക്ക് പോവും, ഇല്ലെങ്കിൽ നാളെ. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയാണ്, ഇന്നാരും കൂടില്ല. ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് കുരുവിത്തയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി വഴിയെ കാണാം. അങ്ങനെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ രാവിലെ നമ്മൾ കാട്ടിലൂടെ ആ ദസ്തക്കിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ഇന്നലെ അങ്ങനെയായിരുന്നു എടുത്തു വെച്ചത്. അപ്പം ആ തീരുമാനപ്രകാരം അക്കലക്കൊക്കെ തിരിച്ചു പോയി. ഇങ്ങനെ ഇന്നലെ പറഞ്ഞു വെച്ച ആള് ഇന്ന് കാലത്ത് വന്നു. അപ്പം ഇതൊരു റൂറൽ ഏരിയ ആണല്ലോ. അപ്പോൾ രാവിലെ വന്നു പോകാമെന്ന് പറഞ്ഞു. നമ്മൾ പോകാനുള്ള പരിപാടിയൊക്കെ ഇട്ടപ്പോൾ ഒരു വലിയ പൈസ ചോദിച്ചു. കൂടാതെ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു കഞ്ചാവ് വലിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. അതായത് അവരങ്ങനെയാണ് പോകാറുള്ളത്. അത്രയും ബുദ്ധിമുട്ടുള്ള വഴികളാണ്. അപ്പോൾ നമ്മൾ കഞ്ചാവ് വലിച്ചിട്ട് പോകണം എന്നുള്ളതൊരു പ്രശ്നം. അവൻ രാവിലെ തന്നെ കഞ്ചാവ് വലിച്ചു. അപ്പോൾ ഇവിടുത്തെ റൂറൽ ഏരിയയിലെ സ്ഥിതികൾ ഇങ്ങനെയാണ്. നമ്മൾ ഇത്തരം ഏരിയകളിൽ വന്ന് റിസ്കിന് ശ്രമിക്കുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ഭാഗം കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് പെട്ടെന്ന് നമ്മളെ കുരുവിത എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് ഓട്ടോയിൽ പുറപ്പെട്ടു. ഇനി അവിടെ നിന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് കരുതി ഇവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് എസ്കേപ്പ് ആയി. ഓക്കെ, അടുത്തത് അവിടെ അങ്ങനെ നമ്മൾ കുരുവിത സിറ്റിയിലേക്ക് എത്തിയാണ്. അങ്ങനെ അവിടുന്ന് കഴിച്ചിലായി. ആ ചങ്ങായിമാർ വിടുന്നില്ല. അവരോടാണെങ്കിൽ എല്ലായിടത്തും രണ്ട് നായ്ക്കളുണ്ട് കൂടെ അങ്ങനെ നടക്കുന്നത്. എല്ലാം കൂടി ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷനായി. അങ്ങനെ ഞാൻ നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ട് ഇവിടുന്ന് യാത്ര തുടരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതേപോലത്തെ അവസ്ഥ മറ്റുള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്ത് നമ്മളെ വഴിക്ക് പോകുന്നതായിരിക്കും. പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്തിട്ട് തിരിച്ച് നമ്മളെ യാത്ര കൊണ്ട് തുടരുകയാണ്. നമ്മുടെ ബ്രിട്ടീഷുകാരെ കാണിച്ചുള്ള പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുത്തു, പുറത്തേക്ക് ഇറങ്ങി. ഈ ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ അതാണ്. ഈ ജംഗ്ഷനിൽ എൻ്റെ ഒരാൾ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, കാത്തിരിക്കുക. പിന്നെ നമ്മളെ വേറൊരു രസം എന്താ പറയുക, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പിന്നെ എല്ലാം മഹീന്ദ്രൻ്റെ വണ്ടിയാണ്. സ്കോർപ്പിയോ നമ്മളെ പുതിയ വണ്ടി, പുതിയ വണ്ടികളാണ്. ആ വണ്ടി മൊത്തം മഹീന്ദ്ര അവർക്ക് ശ്രീലങ്കൻ പോലീസിന് കൊടുത്തതാണ്. മഹീന്ദ്ര സ്പോൺസർ ചെയ്താണ്. ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും കാണുന്ന അതാണ്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മഹീന്ദ്ര വണ്ടി സ്കോർപ്പിയോ കൊടുത്തതാണ്.
ഇതാണ് കുരുവിത്ത പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഭാഗം. ഇവിടെ നിന്നിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് തിരിച്ച് നമ്മളെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ആദംസ് പീക്ക്. ഓക്കെ, നമ്മൾ പുറപ്പെടുകയാണ്. ഓക്കെ, ഹായ് മൈ ചാനൽ. Hi, യുവർ ഗുഡ് നെയിം? Kavisudan. Kavisuda. You I'm say from Sri Lanka. Say about Adams Peak. This from Siripali. Siripali. Adams Park. Adams Park. Okay. Siripali after Adams Yes, Park. yes. ഇത്ര അടുത്താണ്. ഇവിടെ കൂടിയാണ് നമ്മൾ നടന്നു പോവുക. ആ മലയിലൂടെയാണ്. ഇത് അതിൻ്റെ താഴത്തുള്ള സിറ്റിയാണ്. This boat. ഓക്കെ 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 Zoom. ഓക്കെ. They can see. ഇതാണ് ആ ബോർഡ്. Adams Park, Momatella. All this way. Yes. This road. അപ്പൊ നമ്മൾ ഇവിടെ പരിചയപ്പെട്ട നമ്മളെ ഫ്രണ്ട്സുകളാണ്. ഇതൊരു ഫ്രണ്ടാണ്. ഹായ്. അവന്റെ ബ്രദേഴ്സ് ആണ്. ഹായ്, സേ ഹായ്. ഹലോ. ഓക്കെ, അപ്പൊ ഇവര് ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പടകത്തിന്റെ ഒരു കച്ചവടമുണ്ട്. ഇവര് പടകത്തിന്റെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്ന് അവിടുത്തെ ഓരോരോ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണത്. ഞാനേതായാലും വാങ്ങുന്നില്ല. നമ്മൾ ആ ബാക്കിൽ കാണുന്ന മലല്ലേ, ബാക്കിൽ കാണുന്ന ആ മലയാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറമുള്ള മലയാണ് ആദ്യ സ്ഥലത്ത്. നമ്മൾ നടന്നു പോവുകയാണ്. നടന്നോ ഓട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഐഡിയയിൽ കൂടിയേ നമ്മളിപ്പോൾ പോകും. അതാണ് നമ്മളെ പുതിയ പ്ലാനിങ്. ഓക്കെ, ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരാളെ ഇവിടുന്ന് ലോക്കലി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് പോകാനുള്ള ഒരു പരിപാടിയിലാണ്. നേരത്തെ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ കഞ്ചാവ് അടിച്ചിട്ടൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കി. Have a nice day, bro. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ. അപ്പം ഞാനിവിടുന്ന് പുറപ്പെടുകയാണ്. ഈ കുരുവിത്ത ആൻഡ് രക്തപുര എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ജംസിൻ്റെ, അതായത് കല്ലുകളുടെ നാടാണ്. ഇവിടെ കല്ലുകൾ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ, ഇപ്പോഴാണ് അറിഞ്ഞത്. ഒന്ന് പോയി കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫാക്ടറിയോ അത് കട്ട് ചെയ്യുന്ന സ്ഥലമോ ഒന്ന് പോയി കാണാൻ ശ്രമിക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഒരു ഓട്ടോയിലേക്ക് കയറുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഓട്ടോയിലെ ആള്. നമ്മൾ പുറപ്പെടുകയാണ്. ഇത് നമ്മുടെ പടയക്കച്ചവടം, നമ്മളെ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിക്കാൻ പോവാണ്. നമ്മളെ ഫ്രണ്ട് ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇവർക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല. അപ്പം ഞാനത് ട്രാൻസ്ലേഷൻ ചെയ്യാണ്. ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയറിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പോൾ Adams Peak. How many days Adams Peak go? උදා යන්නද? උදා යන්න දවසක් යනවා යන්න. ඒ කියන්නේ කන්දේ යන්න ඉතින් ගල් මුල් ඇලවල් දොරවල් වලින් යන්න ඉතින්. ගිහිල්ලා මේ වැඳලා ආයි පහුවදා තමයි එන්නේ. දැන් අපි දැන් මේ වෙලාවට ගියා කියන්නේ අපිට උනා එක දිගට යනවා නම් අපිට රෑ වෙද්දි යන්න පුළුවන්. നോക്കാണ് എന്തായാലും പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റർ ഒന്ന് ചെക്ക് ചെയ്താണ്. ഇവിടെ പെട്രോളിന് കാത്തിക്കാണ്. പെട്രോൾ പമ്പിൽ നിറച്ചും വണ്ടീൻ്റെ ക്യൂ ആണ്. പെട്രോളൊക്കെ കിട്ടാനുണ്ട്, പക്ഷേ ഭയങ്കര റഷാണ്. ഇതാണ് ആദംസ് പീക്കിലേക്കുള്ള വഴീൻ്റെ, ഇതൊരു നടന്നു പോകുന്ന വഴീൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇതിലൂടെ ഓട്ടോയിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നടത്താൻ തുടങ്ങും. ബോപ്പത്തല്ല വാട്ടർഫാൾസാണ് നമ്മളെ കണ്ട പിക്ചർ. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടെത്തി. ഇത് സിരിപ്പാത എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സിരിപ്പാത റോഡ് 2 കിലോമീറ്റർ ഈ സിരിപ്പാത റോഡ് വരുന്നത്. ഇവനാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നേരെ കാട്ടിലേക്കാണ് കയറുക. കാട്ടിലൂടെ നേരെ ക്രോസ് ചെയ്യുക. അപ്പം നമ്മൾ അത്രയും ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി പിന്നെ കാട്ടിലൂടെയുള്ള യാത്ര. സിരിപ്പാതയിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഇനി ഈ ഹൈറ്റുള്ള ഭാഗങ്ങളിലേക്ക് കയറും. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ കാട്ടിലേക്കാണ് കയറുക. കാട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആദംസ് പീക്കിലെ വഴികളിലേക്ക് എത്തുക.
ഇതാണ് ഇവിടുത്തെ ഫസ്റ്റിലെ ബോർഡ്. ഈ ആ ഹൈറ്റിലാണ് നമുക്ക് എത്തേണ്ടത്. വിദേശികൾ പൊതുവെ സെലക്ട് ചെയ്യാറില്ല ഈ വഴി. വേറൊരു സ്ഥലത്ത് കൂടിയാണ് വരേണ്ടത്. ഇതുപോലത്തെ ലോക്കൽ ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന വഴിയാണ്. അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാസ് ചെയ്യാനുള്ള വഴികളാണിത്. കാടിലേക്കുള്ള വഴിയാണ്. ഓക്കെ, നമ്മൾ യാത്ര തുടരുകയാണ്. ഡീപ്പ് ഹൈറ്റിലേക്ക്, വലിയ ഹൈറ്റിലേക്കാണ് സ്റ്റെപ്പുകളുള്ളത്. ശരിക്കും അഡ്വഞ്ചർ, സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പരിശ്രമിക്കാവുന്ന ഒരു വഴിയാണ്. കുറച്ച് പ്രിപ്പറേഷനൊക്കെ വേണ്ടി വരും. പ്രത്യേകിച്ച് കിതപ്പ് കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ മെയിൻ പ്രോബ്ലംസ് ആയിട്ട് വരിക. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 5500 സ്റ്റെപ്പൊക്കെ ആണുള്ളത്. വലിയ സ്റ്റെപ്പുകൾ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടെന്ന് അറിയാം. ഫുള്ള് കുത്തനെ 120 സ്റ്റെപ്പ് ഒന്നിച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ പിടിക്കാനോ ഒന്നിനും വേറെ സൗകര്യങ്ങളൊന്നുമില്ല. കയറി തന്നെ. ലഗേജും ഉണ്ട് കൂടെ, എൻ്റെ ലഗേജ്. കുത്തനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ഒക്കെ നമ്മൾ സ്റ്റെപ്പ് ചവിട്ടി കയറുകയാണ്. എൻ്റെ ഫേസ് കാണുന്നുണ്ടല്ലോ, തളർന്നിക്കുന്നു. പക്ഷേ നമ്മൾ ഏറ്റെടുത്ത ഉദ്യമം അത് തീർക്കാന്നുള്ളതാണ്. അതാണല്ലോ നമ്മളെ എയിം തന്നെ. അങ്ങനെ നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര ഏകദേശം 6 കിലോമീറ്റർ പിന്നിട്ടു. ഇനിയൊരു 12 കിലോമീറ്റർ കൂടി ഇതേപോലെ കാട്ടിലൂടെ തന്നെ ഉള്ളൊരു യാത്രയും കൂടിയാണ്. അത് കഴിഞ്ഞാലേ നമ്മൾ കാടിൻ്റെ താഴോട്ട് ഇറങ്ങുള്ളൂ. ശരിക്കും തളർന്നിട്ടുണ്ട്. കാട്ടിലൂടെയുള്ള നടത്തം മാത്രമല്ല, ഈ കല്ലുകളിലൂടെ സ്റ്റെപ്പുകൾ ഇതേപോലെ കയറണം. അതാണ് മെയിൻ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഇനിയിപ്പം ഈ നിലക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ അറിയണം. അത്രയും ഹൈറ്റിലെത്തി നമ്മൾ. എന്നിട്ടും അവസാനിക്കുന്നില്ല, കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ രീതിയിലാണ് ഓരോ ഹൈറ്റ് കയറുന്നത്. നമ്മൾ സ്റ്റെപ്പ് നോർമലല്ല. ഇതേപോലെ ചവിട്ടൊന്ന് തെറ്റിയാൽ വീഴുന്ന രീതിയിലുള്ള ഇതാ അടുത്ത കടക്കുന്ന രീതി. ഇങ്ങനെയൊക്കെയാണ് ഈ വഴിയിലൂടെ പോകുന്നത്. ദുർഘടം നിറഞ്ഞ വഴികൾ എന്ന് പറയുന്നതിൻ്റെ 100% അർത്ഥവത്തായ ഭാഗം. 100% ദുർഘടം. ചലഞ്ചാണല്ലോ രസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മടിയില്ലാണ്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഞാൻ പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം തന്നെ വന്ന സ്ഥലം കഴിഞ്ഞ് ഇനി കയറാനുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് കയറാൻ പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു പണി കിട്ടിയത് തന്നെ. ശരിക്കും വലിയൊരു പണി തന്നെയാണ്. ആ മലയാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്തേക്ക് കയറാൻ പോകുന്നത് കേട്ടോ. റെയിൻ ഏരിയ ആണ്. യാത്രക്കാരുണ്ട്. നമ്മളെ മുന്നിൽ തന്നെ ടീമുണ്ട്. Danger place. Raju. Okay.
No problem. നോ പ്രോബ്ലം. But very dangerous. ඕබම් පුපුගේ පෙරපුලි ආයති ලෙස්සාව. සුස් දෙක් දානවා ප්‍රශ්නයක් නැහැ. සුස් දෙක් දානවා ප්‍රශ්නයක් නැහැ. Your time Kurudi police station. Let's go. Waterfalls. Yes. Very dangerous. Please. Dangerous. So wait. നമ്മൾ സംസാരം മുത്തി നിൽക്കുകയാണ്. യാത്ര അത്രയും ദുഷ്കരം തന്നെയാണ്. സ്റ്റെപ്പ് കയറുന്നില്ല. അത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. നടന്നെത്തി ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി. വലിയ വെള്ളച്ചാട്ടമാണ്. വലിയ വലിയ വെള്ളച്ചാട്ടം. ഇത് ക്യാമ്പ്, ഇവിടുത്തെ കോളേജുകൾക്ക് ക്യാമ്പ് ടെസ്റ്റ് ഉണ്ട്. അതിൽ ഈ മല കയറണതിൻ്റെ ഒരു ടെസ്റ്റ് പെട്ടത്. അതാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള ടീം. എന്താണ് അടുത്ത കയറലിൻ്റെ റിസ്ക്? സ്ലിപ്പായി പോകും. ഹൈറ്റ് മാത്രമല്ല, സ്ലിപ്പ് ആവാതെ കയറി പോകാൻ പറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ കാട്ടിൽ എത്തിയിട്ടുണ്ട്. കാട്ടില് 9 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടന്നത്. 9 കിലോമീറ്റർ. ഇനി 12 കിലോമീറ്റർ കൂടിയാണ് മുകളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇത് നമ്മളെ ഇവിടെ ബുദ്ധൻ്റെ ഒരു അമ്പലമാണ്. ഇത് ആൾക്കാർ വരുന്ന കയറി വരികയാണ്. ഇതേപോലെ തന്നെ കയറിയിട്ട് നേരെ പോവുക. നമ്മൾ പോയിട്ട് മലൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ട് നേരെ അവിടേക്ക് പോകും. അപ്പം വളരെ ദുർഘടം പിടിച്ച യാത്രയാണ്. ദുർഘടം എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല. കാലൊക്കെ കുഴഞ്ഞ് സൈഡായിട്ടുണ്ട്. പക്ഷേ യാത്ര വീണ്ടും തുടരുകയാണ്. ഇങ്ങനെയാണ് സ്റ്റെപ്പുള്ളത്. സ്റ്റെപ്പുകളാണ് കയറിയിട്ട് നമ്മൾ ഇനി എത്തേണ്ട ഭാഗങ്ങളാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, ഫുള്ള് ഹൈറ്റിലേക്കുള്ളതാണ്. അതിൻ്റെ വ്യൂ ആണ്. ഇതൊക്കെ നമ്മൾ കയറി വന്ന ഭാഗം കേട്ടോ. ഫുള്ള് കയറി വന്നതാണ്. ഇതാ നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്. നമ്മളെ ഫ്രണ്ട്. യെസ്. චුට්ටක් නැත්නම් උඩහට ගිහලා බලමුද? කොහොමද කියන්නේ? കാട്ടിലൊരു പോലീസ് സ്റ്റേഷന് നടന്നു പോകുന്നവർക്കുള്ള 1 o'clock. දැන් ටයිමින් කීයද? 1යි 2යි. അപ്പം ചെറിയൊരു റെസ്റ്റിന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഒരു 4-5 മണിക്കൂർ കൂടിയുണ്ട്. 12 കിലോമീറ്റർ കയറി മടുത്ത്. ഇവിടെ ഒരു ബോർഡ് വെക്കും ചില സ്ഥലത്ത്. വെക്കുന്ന ബോർഡൊക്കെ സിംഗിളയിലാണ്. തമിഴിലുണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ മനസ്സിലാവും. ഒന്നും മനസ്സിലാവില്ല. ഇത് ബുദ്ധൻ്റെ ഒരു ടെമ്പിളാണ്. കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ടെമ്പിൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേലോട്ട് ഇനി കയറാനുള്ളതാണ്. പഠിച്ചവനെ ഞാൻ ഇപ്പം തന്നെ കുഴഞ്ഞു. നമ്മൾ കാട്ടിൽ ഒരു ചെറിയ ഒരു പെട്ടിക്കട അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 10 കിലോമീറ്റർ ഇനി ബാലൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി കവർ ചെയ്യാൻ പോവാണ്. ലേശം റെസ്റ്റ് എടുക്കണം. ഓക്കെ. ഇവിടെ ബുദ്ധൻ്റെ അമ്പലമുള്ളതുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് വടിയൊക്കെ ആയി വരിക ചെയ്യുക ഈ വഴിക്ക്.
ഒരു അമ്പലത്തിലേക്ക് മാത്രം വരുന്ന ആൾക്കാരാണ്. നമ്മൾ ഫുള്ളായിട്ട് 18-19 കിലോമീറ്റർ നമ്മൾ നടക്കും ആദംസ് പീക്കിലേക്ക്. ആദംസ് പീക്കിലേക്ക് വേറെ നല്ല 2 വഴികളുണ്ട്. ഇത് അങ്ങനെ റെയറായിട്ട് ഈ അമ്പലവും ആയിട്ട് ബന്ധപ്പെട്ടവരും ഇതേപോലെ അഡ്വഞ്ചറായിട്ട് പോകുന്ന ആൾക്കാർ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. പൊതുവേ ലോക്കൽസ് മാത്രമേ ഉള്ളൂ. വിദേശത്തുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ യാത്ര വരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ നമുക്ക് ചെറിയ വയനാട് കാട്ടുകൂടി നിലമ്പൂർ കൂടി ഒക്കെ ലേശം നടന്നൊരു എക്സ്പീരിയൻസേ ഉള്ളൂ, അതിൽ കൂടുതലില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മളങ്ങോട്ട് ഇറങ്ങിയാൽ തന്നെയല്ലോ. അതുകൊണ്ട് തന്നെ വലിയൊരു അനുഭവമാണ്. എന്തായാലും ആരെങ്കിലും ശ്രീലങ്കയിൽ വരുമ്പോൾ അഡ്വഞ്ചർ ഇഷ്ടം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ അടുത്ത 2 ദിവസം റെസ്റ്റും എടുക്കണം. ഞാൻ എടുക്കേണ്ടി വരുമെന്നുള്ളത് നാളെ നോക്കി പറഞ്ഞുതരാം. കാലൊക്കെ അത്രയും വേദനിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ട്രിപ്പിന് ആദംസ് പീക്കിലേക്ക് ഈ രീതിയിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ ആദ്യമായിട്ട് എത്തുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, അങ്ങനെ ചെയ്യണം എന്നുള്ള എൻ്റെ ആ ഒരു ഉറപ്പ് കൊണ്ട് എൻ്റെ ക്ഷീണമൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പം പിന്നെ 10-12 കിലോ വെയിറ്റുള്ള ബാഗും ബാക്കിൽ തൂക്കിയിട്ടാണ് യാത്ര. 18 കിലോ ഉള്ള എൻ്റെ ലഗേജ് കൂടെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യർത്ഥങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മളെക്കാളും വലിയ മലകളുണ്ട് ശ്രീലങ്കയിൽ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളവിടെ ഉണ്ടാവും, നമ്മളവിടെ പറഞ്ഞതും കേട്ടതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ പ്രത്യേകിച്ച് അതിൻ്റെ മുകളിൽ ആദംസ് പീക്ക് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സാധനം വെച്ചുകൊണ്ടാണ് ആൾക്കാർ വേൾഡിൽ നിന്ന് മൊത്തം വരുന്നത്. പക്ഷെ ആൾക്കാർ വരുന്ന വഴി വേറെയാണ്. അതിൻ്റെ താഴെ വരെ വാഹനം എത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറാറാണ്. ആ സ്റ്റെപ്പിൽ 1500 സ്റ്റെപ്പിൽ. ഇത് നമ്മൾ വാഹനത്തിൽ വരാതെ മറ്റ് 4 മലകൾ കടന്ന് നമ്മളിവിടെ എത്തുന്നത്. നടന്നിട്ട് 18 കിലോമീറ്റർ. ഉള്ളോട്ട് Chicken. See? Sri Lankan. This can catch? Sri Lankan name Walikukula. Walikukula. കാട്ടിലെ കോഴി. കാട്ടിലെ പക്ഷിയാ. Walikukula. Sri Lankan chicken. Nobody catch? ഇതാണ് ശ്രീലങ്കയിലെ കാട്ടിലുള്ളത് വലിക്കുക്കുല. നമ്മൾ കണ്ടിട്ട് പേടിയൊന്നുമില്ല, എന്താ ഭംഗി. കാടുകളിൽ ഉണ്ടാവുന്നതാണ്. ഒരു ഡീപ്പായിട്ട് ഇറങ്ങേണ്ട സ്റ്റെപ്പാണ്. നേരെ ഇറങ്ങുന്നത് ഒരു ഫ്രഷ് വാട്ടർ വരുന്ന സ്ഥലത്തേക്കാണ്. ഒരു വലിയ കഷ്ടം തന്നെ ഇറങ്ങാന്. ഒറ്റയടിക്ക് ഒരു വലിയ മലയിൽ അങ്ങോട്ട് ഇറങ്ങാം. ഹൈറ്റിൽ വന്നിട്ട് സൈഡിൽ എന്തോ ഭാഗ്യത്തിന് ഒരു കമ്പിയൊക്കെ കൊടുത്തിരിക്കുന്നു. അത് തന്നെ ആകെയുള്ള ഒരു മെച്ചം. അഡ്വഞ്ചർ ട്രിപ്പ് ഞാൻ ഹോങ്കോങ്ങിലൊക്കെ പോയിട്ടുണ്ട്, മലകളൊക്കെ നാട്ടിലും പോയിട്ടുണ്ട്. പക്ഷേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം
ഇത് ശരിക്ക് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അഡ്വഞ്ചറിന് അങ്ങനെ തന്നെ നിന്ന് നിർത്തി. അതിന് താല്പര്യമുള്ളവർ വന്നാൽ മതി. പിന്നെ ഇവിടെ ബുദ്ധൻ്റെ എല്ലാ സ്ഥലത്തും ബുദ്ധൻ്റെ അമ്പലവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആൾക്കാർ വരുമല്ലോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട്. ഇനി ഈ വെള്ളത്തിൻ്റെ സ്ഥലമാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടത്. കാണുന്നുണ്ടല്ലോ. ഇവിടെ പുലിയും നരിയൊക്കെ ഉള്ള സ്ഥലമാണ്. എറത്തന എന്ന സ്ഥലത്തിൻ്റെ എറത്തന കുറുവിത്ത ശ്രീപാട റൂട്ട്. അങ്ങനെ ഇറങ്ങി ഇവിടെ എത്തി. ഇത്രയും സമാധാനം. ഇനി ഒരു 8-9 കിലോമീറ്റർ കൂടി നടക്കാനുണ്ട്. ഇതിനെയാണ് ഈ വഴിയിലാണ് നമ്മൾ ഇനിയിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ക്രോസ് ചെയ്തിട്ട് വേണം അടുത്ത മലയിലേക്ക് കയറാൻ. കുളിക്കേണ്ടവർക്ക് കുളിക്കാം. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് അടുത്ത പരിപാടി. ഷൂസൊക്കെ ഊരി ജീൻസൊക്കെ പൊക്കി വെച്ച് ഇന്ന് ഇറങ്ങുകയാണ്. വളരെ ശ്രദ്ധിച്ച് കാല് വെക്കണം. ഭയങ്കര തണുപ്പാണ്. മേലേന്ന് വരുന്നതാണ്. ഭയങ്കര തണുപ്പാണ്. കാല് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. വെള്ളം നല്ല സ്പീഡിലാണ്. സ്ലിപ്പുണ്ടോയെന്ന് നോക്കി വെക്കണം കാല്. നമ്മൾ ഏത് കുഞ്ഞിലും ഇറങ്ങുന്നു. ക്രോസ് ചെയ്ത് കരക്ക് കയറി. അതാണ് വഴി. നമ്മൾ കടന്ന് ഇപ്പം കരക്ക് കയറി. ഇനി ഷൂസ് ഇടണം. അവിടെ ചെറിയൊരു ചായപ്പീടിയൊക്കെ ഉണ്ട്. ചായപ്പീടി ഉണ്ട്. ഇവിടെ എന്തോ ഒരു ആചാരം കാണുന്നുണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. എന്തോ കൊണ്ടുവന്ന് കെട്ടുന്നത് ഇന്തോനേഷ്യയിലേക്കുള്ള പോലെ കെട്ടിയിട്ട് നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാം. അവിടെ ഒരു ദൈവത്തിൻ്റെ അതുകൊണ്ട് പിന്നെ പൂജൻ്റെ ചെറിയ എന്തോ ഒരു വിശ്വാസങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടുക. ಜಾತ್ಯಾಂತರಿನ ಆಗ್ತಲ್ಲ. അടിപൊളി സ്ഥലം കേട്ടോ. എല്ലാ ഭാഗത്തു നിന്ന് വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കില്ല. ഇങ്ങനെ പ്രത്യേകം കേൾക്കുന്നില്ല. 19 കിലോമീറ്റർ. അതന്നെ, അത് ഇങ്ങനെ കിടക്കണം എന്നുള്ള നടക്കലല്ല നമ്മളെ പ്രശ്നം. 19 കിലോമീറ്റർ ഇങ്ങനെയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു 4 ഇരട്ടി വേണേ കൂട്ടാം. ഹായ് ഹായ്. 4 ഇരട്ടി കിലോമീറ്ററിനെ കണക്കൂട്ടണം. ക്ഷീണമാണല്ലോ മെയിൻ പ്രശ്നം. കാല് കയറി കാരണം മസിലുണ്ടോ തീർന്നു പോകാനൊന്നും അറിയില്ല. പുതിയ മസിൽ വന്നിക്കുന്നതൊന്നും സംശയമുണ്ട്. ഇതിന് പക്ഷേ അപ്രതീക്ഷിതമാണെങ്കിലും അങ്ങനെ ഒരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും
ശ്രീലങ്കയിൽ ഒന്ന് പോകണമെന്നുള്ളത്. പക്ഷേ കിട്ടിയത് വലിയൊരു സംഭവം തന്നെ. Stop. It's come. Oh, yes. Yes. Aha! Igbar is beautiful place. Signing out. Woo! Hey guys, മൂന്നര മണി കാട്ടില് 3:30 മണി. കാട്ടില് 3:30 മണിയാണ് വൈകുന്നേരം. 3:30 മണിക്കും 12 മണിക്കും ഒക്കെ ഉച്ചയ്ക്ക് ഇതുപോലെ മഞ്ഞും മഴയാണ്. ഇവിടെ ഇത് സ്ഥിരമാണ്. മഴക്കാലത്ത് ഭയങ്കര മഴ പെയ്യും. അതല്ലെങ്കിൽ ചൂട് കാലത്ത് ഇവിടേക്ക് വന്നാൽ കാണാം. one Aggalakan. Himu. Igbar one Aggalakan. Dom puta. ഡോംപുത്ത Hele nagin. നഗിൻ Dom puta. ഡോംപുത്ത Aggalakan. ഡോംപുത്ത Hele nagin. ഡോംപുത്ത Aggalakan. ഡോംപുത്ത Hele nagin. ഡോംപുത്ത Aggalakan. ഡോംപുത്ത Hele सामये गीतये रहुनगी दस अते सामये गीतये रहुनगी दस अते तेरी पिरेवा नववसरे Hey, hey. तेरी पिरेवा नववसरे Come on, off-road running. New place, off-road. It's danger place. Come on. Yes. Come on, guys. കയറിയിരിക്കും. Danger. Danger. Very strong. Very strong. Strong boy. Danger. Super place. സൂപ്പർ പ്ലേസ്. ഇവിടെയാണ് ആനകളൊക്കെ പാഞ്ഞു വരുന്ന സ്ഥലം. ആനകൾ വരും. ഗുഡ് ബോയ് ഒക്കെ തളർന്നിട്ട് കയറിയിട്ട് ഡേഞ്ചർ നമ്മളെ ഡേഞ്ചറാണ്. ഇത് നമ്മളെ ഗുഡ് ബോയ് ആണ്. ഗേൾ ഫ്രണ്ടും ഇല്ല, ഒരു കുന്തവും No ഇല്ല. single. സിംഗിൾ. പാവം Very freedom life. പാവം കണ്ടില്ലേ? അപ്പൊ നമ്മളെ കാട്ടിലെ യാത്ര This is super place. Super place. സ്ലിപ്പാവുന്നു. Their place. ഇനി അത് അടുത്ത അപ്പുറമുള്ള കാടാണ്. അതിൽ കൂടെ കയറണം. 6 മല Danger place. 6 മല ക്രോസ് ചെയ്തിട്ടാണ് ഇരുന്നത്. Danger place. ഡേഞ്ചർ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ദൈവത്തിൻ്റെ ബുദ്ധൻ്റെ ഇത് വെച്ചത് കൊണ്ട് നമ്മളാരും ഒന്നിനെങ്കിലും അമ്പറെ കാണാനുള്ള ആൾ ഇവിടെ വരും. അതാണ് ബുദ്ധൻ. ഇവർക്ക് പ്രാർത്ഥനേൻ്റെ സ്ഥലം. 1 days. ഈ മലയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. മഞ്ഞുള്ളത് കാണുന്നുണ്ടല്ലോ. പോകണേ, വേറെന്താ ചെയ്യാ. കടന്നു വന്ന വഴികൾ വെരി ഡേഞ്ചർ. എൻ്റെ കൂടെ വന്നവരാണ്. ഇത് ബുദ്ധൻ്റെ ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇതുള്ള ആൾക്കാരൊന്നുമില്ല. ഇവിടെ എപ്പോഴും എന്തോ പരിപാടികൾ നടക്കും, ആ സമയത്ത് മാത്രം. ഇവർ ഫോട്ടോ എടുത്ത് കളിക്കുക. ഇവിടെ സമയം ലേറ്റായി.
പോസ്റ്റിൽ ലൈറ്റൊക്കെ വന്നു. 5 മണി കഴിഞ്ഞു. എന്താ അവസ്ഥ എന്നറിയില്ല. ആനൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിരുന്നു. പടച്ചോൻ കാക്കട്ടെ, ഏതായാലും ഇറങ്ങിയല്ലോ. അപ്പം ഇനി അടുത്തത് ഇതാ ആ മലയാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഇരുടാവും എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെ പോകാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അങ്ങ് പോവാം. ഇവർക്ക് പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവരെ കൂടെ അങ്ങ് പോകല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ പാടിയിട്ട് ഇത് കയറാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കയറലോടെ നിന്നു. ഡേഞ്ചർ ഡേഞ്ചർ. കാണുന്നുണ്ടോ കയറി വരുന്നത്? കാറ്റത്തിന് കയറുക. കാല് വേദനയും ഒക്കെ ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് ആയി. 5 ടു മച്ച് ലേറ്റ്. കയറുക തന്നെ തളർച്ചയില്ല, വെച്ച് കയറല തന്നെ. മനസ്സിലായല്ലോ. വീഡിയോ ബുദ്ധക്ഷേത്രത്തിലേക്ക് ഒരു വടിയാണ് ആളുകൾ. നമ്മളൊക്കെ പിന്നെ കയറുന്നതിന് എന്ത് പറയാനാ? How are you? Fine. Yeah. Are you walking like this? Good? Somewhat different, somewhat dangerous. Dangerous, yes. Yeah, and very busy. How old are you? Now I am 75. Oh, 75. 75. നടന്നു പോവുകയാണ്. Can you believe? Yeah, I believe. May I know your motherland? India, Kerala. 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 Oh, our neighbor. Same, yeah, neighbor and same, everything same. Yeah. You visit Kerala? Yeah, no, Kerala. I have gone to India. India, where? Which place? That Buddhist places. സൈഡായി എന്ന് പറഞ്ഞാലേ ഫുള്ള് സൈഡായി. കമ്മിങ് ഇത് തന്നെ ഫുള്ള് 18-19 കിലോമീറ്റർ ഇതാ നടക്കുകയാണ്. എൻ്റെ കുട്ടി ഗുഡ് ബോയ് ആണ്. ഗോപ്രോ പിടിച്ചപ്പോൾ ഗുഡ് ബോയ്, അപ്പുറം ഡേഞ്ചർ ബോയും, ഡേഞ്ചർ ബോയും ബാക്കിൽ ഗുഡ് ബോയ്. കണ്ടങ്ങള് ഇതൊന്ന് കണ്ടു നോക്കും എന്താ അവസ്ഥ. 19 കിലോമീറ്റർ ഇങ്ങനെയാണ് പോകുന്നത്. 19 കിലോമീറ്റർ നടന്നിട്ട് എത്തുന്നില്ല. കാല് വേദനയായിട്ട് നിവൃത്തിയില്ല. കേറി തന്നെ വരി. Let's go. ഡേഞ്ചർ മാൻ. Online. Tell me that is Adamson, no? අපි ආපු රෝඩ් එක අපි ආපු රෝඩ් ඉදිකටු පාන. മലകൾ. ആ മല നമ്മൾ കയറി ഇറങ്ങിയ മലയാണ്. ഇതാണ് രാവിലെ തന്നെ കയറി. അതിൽ നിന്ന് അടുത്തയിലേക്ക് വന്ന് അതിൻ്റെ അടുത്തയിലേക്ക് വന്ന് ഇതാ ഈ മലമലുണ്ട്. ഗുഡ് ബോയ്ക്ക് എപ്പോഴും സെൽഫി വേണം. ഇതാ ഇത് വീഡിയോ കോളും നെറ്റ്വർക്ക് കയറ്റിയാൽ അവിടെ കിടന്നു. നമ്മൾ പക്ഷെ രസമായിട്ടോ, ട്രിപ്പ് രസമായി, അടിച്ച് പൊളിച്ചുണ്ട്. ගයිස් ගම්වල කැඩුවා කැද කෙල පිටි කරු වෙක්කුගේ තන්න පෙළ නොකියම වටම කෙල කෙල Kuru 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 kura. Wow. India, come on. Brother, how are you? I'm good. Okay, what's your name? My name is DK. DK. Yeah. What are you doing? I'm a gem cutter, professional gem cutter. Gem cutter. Yeah. This is your first experience here? No, this is my second experience. Okay. What do you feel? I feel more healthy. For more healthy. Yeah.
and all over the world. Fine. Come on, young, let's go. Experience? Late. Maybe Why you know not? anything other dangerous? I think in my life, this is one of the most hard experience in my life. Okay. Very good. And nice to meet you. Yeah, nice to meet you too. Okay, thank you very much. Yeah. തിരുപ്പാതി നോ ഹാൻഡ്. അവിടെ കൈ കാണിക്കാൻ പാടില്ല. തിരുപ്പാതി. ഈ മലകളൊക്കെയാണ് ഇപ്പൊ നമ്മൾ കയറുന്നത്. ഈ മലകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റുള്ള മലയിലെത്തിയപ്പോൾ എടുത്ത ഭാഗമാണ്. ഇതൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പൊ നമ്മള് സിരിപ്പാതിയിലേക്ക് പുറപ്പെടുകയാണ്. ഭയങ്കര തണുപ്പായിരിക്കും അവിടെ. രാത്രിയിലാണ് പോകുന്നത്. അപ്പം സിരിപ്പാതിയിലേക്കുള്ളത് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, ഈ എൻ്റെ ഷോമി, എൻ്റെ ഇതാണ് നമ്മളെ സെക്യൂരിറ്റി. ഓക്കെ, ഭയങ്കര റിസ്ക് ഉള്ള പ്ലേസാണ്. അപ്പോൾ നമ്മൾ തണുപ്പ് വരുമ്പോൾ ഈ സാധനം അവിടെ കയറ്റിയിടും. അതന്നെ ഡേഞ്ചർ. ലെറ്റ്സ് ഗോ. Video finished? Abir. അപ്പോൾ നമ്മൾ സിരിപ്പാതിയിലേക്ക് ഇനി 1 കിലോമീറ്റർ ആണ്. ഹിയർ നെയിം, ദിസ് നെയിം, Ay, nama ko? നെയിം Nama? നമു Mukadda? Nama ko yan? Prabha. You name Prabha. നോ ദിസ് പ്ലേസ് നെയിം. Mitin diyan nama ko? Mitin nama ko? Adia Malatan. ആട്യ Malatan. ആട്യ മലത്തന്തിലെത്തി. Yes. ഇപ്പം നമ്മൾ ആട്യ മലത്തന്തിലാണുള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇനി 1 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ എന്തെത്തും? സിരിപ്പാതിയിലെത്തും. ഇതൊരു കഷ്ടപ്പെട്ട യാത്ര തന്നെയാണ്. ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ഇപ്പം ഞാൻ വന്ന അവിടെ റെസ്റ്റോറൻ്റ് ആണ്. രാത്രി 7:30 മണിയായി. 6:30 ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. 2 കിലോമീറ്ററോളം സ്റ്റെപ്പ് നടന്ന് അതിനൊക്കെ കഥകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കാം. യുവർ നെയിം? ദിലീപ. നെയിം? Prabha. പ്രഭ. This place name you said? Adia Malapa. Adia Malapa. This place too much people coming, right? Okay. Night no coming? Not coming. Coming. Too much outside people, tourist coming? Coming. Too much people coming. People no have problem this? No problem. I have problem. I don't know. Step after this very. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അതന്നെ, ഹംഗ്രി ബോയ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ അത് കണ്ടല്ലോ. ഇതന്നെയാണ് അതിൻ്റെ സിസ്റ്റം. ഇതിൻ്റെ ഇടയിലൊരു ഷോപ്പ് ഉണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞ സ്ഥലത്ത്. ഇനിതാ നമ്മൾ അവിടെ കാണുന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഓക്കെ, അതിനുള്ള സാധനങ്ങൾ ഇതാ. നമ്മളെ അവിടുത്തെ അരിപ്പത്തിരി പോലത്തെ കുക്കൂസ് പോലത്തെ ഒരു സാധനം ഉണ്ട്. 150 റുപ്യ. അതിന് 150 റുപ്യ. സമൂസ റൈസ് ഓൾസോ. ഓക്കെ ഓക്കെ. അപ്പോൾ 400 rupees. ഓക്കെ. റൈസ് തിന്നാൻ പോകണം. Rice to not that. ഇതൊന്ന് തിന്നും. വൺ ഓക്കെ. Rice to not that. ഓക്കെ, ഇനി വരെ ഫുഡ് എടുക്കാൻ പോവാണ് നമുക്കുള്ള. ഇത് അടിപൊളി ബോയ് ആണ്. യു സ്റ്റഡിങ് വിച്ച് ക്ലാസ്? യു നോ തമിഴ്? സിംഗിൾ ഓൺലി. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഇതൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ച സാധനങ്ങൾ. ഇവർ ഈ കൊക്കക്കോല അതിൻ്റെ ഒക്കെ മെയിൻ ആൾക്കാരാണ്. എല്ലാ സ്ഥലങ്ങളിലും ഈ ഡ്രിങ്ക് ഭയങ്കരമാണ്. ഇവരെടുത്ത് കുടിക്കുക തന്നെയാണ്. നമ്മളെ നാട്ടിലൊക്കെ അത് ഔട്ടായി. അപ്പം ഇപ്പം ഇവിടെ സ്റ്റാർട്ടായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളൂ. പ്രോബ്ലം എൻ്റെ കാലിന് കയറി You know hand. One hand. Go. Anita dagan. Dan. ഓ Sorry. Siripal. Come. വന്നിട്ടുണ്ട്. ജ്യൂസൊക്കെ അയച്ച് വെച്ച് പാല് തന്നെ ഉണ്ടായി. അയച്ചു വെച്ചു. കയറാണ്.
ഫസ്റ്റ് സെക്ഷൻ ഇവിടെ ആൾക്കാരെന്തോ കയറി ഉള്ളിൽ പോകുന്നുണ്ട്. Let's go. നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇപ്പൊ Stop it. Stop it. Stop it. This cap. പുതിയ കേപ്പൊക്കെ ഊരി ഈ വലിയ സ്റ്റെപ്പ് കൂടി അവിടെ കയറുകയാണ്. Bye. എന്റെ കാര്യം കട്ടപ്പോക ഇതാ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി അത്രയും ലേറ്റ് ആയിട്ട് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. സമയം രാത്രി 10:30 മണി. ഓക്കെ, അവിടുന്ന് ഇറങ്ങി ഇതൊരു വല്ലാത്ത, എനിക്ക് നടക്കാനും പറ്റുന്നില്ല, കാല് ആകെ നീര് വന്ന്. കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ വന്നിട്ടേ ആ മുകളിലേക്കുള്ളതാണ് ഒരു കഴിഞ്ഞു. ഇപ്പൊ ഞാനത് കഴിഞ്ഞു. അതിന്റെ മുകളിലാണ് സിരിപ്പാതി. അവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നിന്ന് അത് മാത്രം കയറൽ തന്നെ വലിയൊരു അനുഭവമാണ്. അത് മാത്രം. അപ്പൊ അങ്ങനെ നമ്മള് വന്നിരുന്ന് ഒന്ന് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഏച്ച് വെച്ച് നടക്കുക. പക്ഷെ സംഗതി കാണാനുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും നമ്മൾ കാണേണ്ടതാണ്. ഇതുപോലെ ഒരു അവസരം ആർക്കെങ്കിലും കിട്ടുമെങ്കിലൊക്കെ ഉപയോഗപ്പെടുത്തണം. ഒരു എന്താ പറയുക, ഒരു നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടാത്തൊരനുഭവം. ഓക്കെ, സിരിപ്പാതി ശ്രീലങ്ക നിങ്ങൾ അന്വേഷിക്കുക, ചെക്ക് ചെയ്യുക. നമ്മൾ രാത്രിയിൽ താമസിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഇവിടെ ചെറിയൊരു ഇതേപോലത്തെ സെറ്റപ്പ് ഉണ്ട്. അതിൽ നോർമലായിട്ടുള്ളൊരു ഇത് മൂപ്പര ട്രാവൽ സർവീസിൻ്റെ ആണ് ആള്. അപ്പോൾ ഇവർ രാത്രി ഇപ്പം സമയം നമ്മൾ 1 മണിയായി. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ശ്രീപതിയിൽ നിന്നും തിരിച്ചെത്തി. കാലൊക്കെ സൈഡായി. പ്രിയപ്പെട്ടവരെ, കാല് ഫുള്ള് സൈഡായി. ഇവിടെ എത്തി സിരിപ്പാതി പോയി. രാവിലെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേറെ വഴിയില്ല. ഇങ്ങനെ തന്നെ പോയെങ്കിലേ പറ്റൂ, അല്ലാതെ വേറെ വാഹനങ്ങളോ റോഡോ ഒന്നുമില്ല. സത്യത്തിൽ ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും വന്നത് നന്നായി. ഈ യാത്രേൻ്റെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിലെ ഒരു പ്രധാന എക്സ്പീരിയൻസാണ്. അപ്പം ഈ രീതിയിലാണ് ഇനിയിപ്പം 18 കിലോമീറ്റർ എനിക്ക് നടക്കാനുള്ളത്. 18 അല്ല 19 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഞാൻ മൂവ് ചെയ്തു. 19 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് ഈ രീതിയിലാണ്.